നമസ്കാരം, നിസാറാണേ. ഇന്ന് എൻ്റെ ഓട്ടോറിക്ഷൻ്റെ മീറ്റർ സീലിംഗ് ആയിരുന്നു. അപ്പോൾ മീറ്റർ സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കൊല്ലത്തിൽ നമ്മളെ മീറ്റർ സീൽ ചെയ്യണം. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ചിരിച്ചിട്ട് വല്ലാത്തൊരു സംഭവം. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബൈപ്പാസ് ഉണ്ടല്ലോ, കോഴിക്കോട് ബൈപ്പാസിൽ വെച്ചിട്ടാണ് മീറ്റർ സീലിംഗ് വരിക. അപ്പോൾ നമ്മൾ കുറേ വണ്ടികൾ നിർത്തിയിട്ട് ഒരു 10, 25, 30 വണ്ടികളെ ഇങ്ങനെ പറഞ്ഞേക്കും. ഒരു 2.5 കിലോമീറ്ററൊക്കെ പോയിട്ട് തിരിച്ച് വരണം. അപ്പോൾ മുമ്പത്തെ മറ്റേ വണ്ടിയിൽ ആരെങ്കിലും ഒരാളുണ്ടാവും, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്തു നിന്നാണ് വണ്ടി തിരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതും ലക്ഷ്യം വെച്ചിട്ടാണ് ബാക്കത്തെ വണ്ടികൾ ഇങ്ങനെ പോവുക. അങ്ങനെ തിരിച്ച് വന്നിട്ട് നമുക്കറിയാം, ഉദ്യോഗസ്ഥന്മാർ സൈഡിൽ ഇരിക്കുന്ന കാണാം, അവിടെ പോയി നിർത്തുക ചെയ്യുക. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മളെ മീറ്ററിൽ ഒരു 55, 50 മീറ്ററിൽ വരേണ്ടത്. അപ്പോൾ ഒരു പോയിൻറ്റ് മുമ്പോട്ട് ഒരു പോയിൻറ്റ് ബാക്കോട്ടൊന്നും ആയാലൊന്നും വലിയ വിഷയമല്ല. അതിൽ കൂടുതലാവാന്നുണ്ടെങ്കിൽ മീറ്ററൊക്കെ പോയിട്ട് നന്നാക്കാൻ വേണ്ടി പറയും. അങ്ങനെ വിറ്റെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് വേഗം കഴിച്ചില്ലാൻ വേണ്ടിയിട്ട്. വന്ന സമയത്ത് ഒരു ചെങ്ങായിണ്ട്, ഓൻ ഭയങ്കരമായിട്ട് യുദ്ധത്തിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര വർത്താനം, അമേരിക്ക അങ്ങനെ ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനം. അപ്പോൾ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു, ശരിയാന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇടയിൽ കൂടെ ഇവന് ഇയർഫോണിൽ ഫോണും വരുന്നുണ്ട്. അങ്ങനെ ഒരു ജഗപ്പൊക്കെ ചങ്ങായി. അപ്പോൾ നമുക്ക് ഓൻ്റെ വർത്താനം കേട്ടാൽ തന്നെ നമുക്ക് ഓനെ ഇഷ്ടപ്പെടും, നല്ലൊരു ചങ്ങായി. അങ്ങനെ പോകാനുള്ള സമയമായി. ഞാൻ ഓൻ്റെ 2 3 വണ്ടി ബാക്കിലുള്ളത്. അങ്ങനെ അവിടെ പോയി തിരിച്ച് വന്ന് പിന്നെ നമ്മൾ ലൈനിൽ നിൽക്കണം സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാനിങ്ങനെ തിരഞ്ഞു നോക്കുക, അവനെ കാണുന്നില്ല. അങ്ങനെ കുറേ സമയം, ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ അവിടെ നിന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ചങ്ങായി, നമുക്ക് പോകുമ്പോൾ ഒന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകാമെന്നൊക്കെ വിചാരിച്ച്. നിങ്ങൾ പറയണ്ട, കുറേ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വരുന്നത്. അപ്പം ഞാനിട്ട് ഇവൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ച്, അല്ല ഈ എവിടെയും പോയതെന്ന് ചോദിച്ചേ. അപ്പോൾ ഓൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മുമ്പിലുള്ള വണ്ടി കണക്കാക്കി പോയതാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ എനിക്കൊരു കോള് വന്ന്, ഞാനിത് ഇയർഫോൺ വെച്ച് കോളും ചെയ്ത് അങ്ങനെ പോയി. ഓൻ്റെ വൈത്താലെ പോയി അങ്ങ് ഇവിടെ എത്തി. ലാസ്റ്റ് ഒരു ടേണിങ്ങിൽ വേണ്ട വലത്തോട് തിരിക്കുന്നു വണ്ടി. വലത്തോട് തിരിച്ചിട്ട് നോക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് അവൻ കയറ്റുന്നു. ഞാൻ പോയി ഓൻ്റെ വൈത്താല, ഞാനെന്നിട്ട് ഓൻ്റെ വൈത്താല പോയി ബ്ലോക്ക് ഇട്ട് മുമ്പിൽ, ഓൻ്റെ വീടിന് മുമ്പിൽ ബ്ലോക്ക് ഇട്ട് നിർത്തി. അല്ലടോ എന്നിട്ട് ചോദിച്ചോല്ലേ, ഈ അങ്ങോട്ടവിടെ പോകുന്നത്, ഈ ലൈനിലുള്ള ചങ്ങയല്ലേ എന്ന്. അപ്പോൾ ഓൻ പറഞ്ഞ്, ഞാൻ എന്ത് ലൈന്, ഞാൻ എൻ്റെ വീട്ടിൽ വന്നതല്ലേ, എന്നോട് ആര് പറഞ്ഞു ലൈനിലൊന്നും. എന്നിട്ട് ഈ മുമ്പിലുള്ളതിനെ കൊണ്ടല്ലേ ഞാനും കൂടി ഇപ്പോൾ സ്വീപ്പായി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മരണ കച്ചറോലെ. എന്നിട്ട് ബേം പറഞ്ഞ, ഏട്ടാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ വരുന്ന ബൈക്ക് എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വന്നതാണ്. നിങ്ങളോട് ആര് പറഞ്ഞാണ് എൻ്റെ വണ്ടീൻ്റെ ബാക്കോട്ട് വരാൻ, നിങ്ങളോട് ആര് പറഞ്ഞാന്ന് പറഞ്ഞാൽ. അങ്ങനെ പറയണ്ട ബേം പറഞ്ഞ് ആകെ എൻ്റെ വായിലുള്ളൊക്കെ ഞാൻ ഓനെ വിളിച്ച്, എന്നിട്ട് അങ്ങനെ വന്നതാണ് ഞാൻ ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, അല്ല എന്നിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത്? എന്നിട്ട് എന്താ പറയാന്ന്, നിൻ്റെ മീറ്ററിൽ അകപ്പാടുണ്ട് 135 ഉറുപ്പിക. ഓൻ്റെ മീറ്ററിൽ 135 ഉറുപ്പിയായി. ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഈ ഇതും മണ്ടാണ്ടാറ് കാണിക്കാൻ നിൽക്കണ്ട, ഉദ്യോഗസ്ഥരെ കാണിക്കണ്ട, ഈ അടുത്ത ലൈന് പോയി നിൽക്ക് മീറ്റർ. എന്നിട്ട് അവിടെ നിന്ന് പറയുമ്പോട്ടിട്ട് ഓല വൈത്താലെ ഒന്ന് ഇയർഫോണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പോകുമ്പോൾ ചോദിച്ചാൽ, അല്ലോടോ യുദ്ധത്തിൻ്റെ കാര്യം കണ്ട് എൻ്റെ മോനെ, ഇനി യുദ്ധമില്ല ഒരു കുന്തമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് കഴിച്ചറിയാൻ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഓട്ടോ ഡ്രൈവർമാരോട് കേട്ടോ, നമ്മൾ ലൈനിൽ പോകുന്ന സമയത്ത് നമ്മളെ മുമ്പിലുള്ള വാഹനത്തിൻ്റെ നമ്പർ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അങ്ങനെ ഓർത്ത് വെച്ചിട്ട് ആ നമ്പർ നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. ഇല്ലെങ്കിൽ ഇതേമാതിരി തന്നെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ.